നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL സീസണിലെ അവസാന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചില്ല. ഹൈദരാബാദ് FCയോട് 1-1 സമനില. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂസൻ ലഗാത്തോർ ഗോൾ അടിച്ചപ്പോൾ മറുഭാഗത്ത് സൗരവിൻ്റെ കിടിലൻ ഗോൾ ഹൈദരാബാദ് FCക്ക് വേണ്ടി. മത്സരം തോൽക്കാതെ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തിയത് നോറ ഫെർണാണ്ടസ് ആണെന്ന് പറയേണ്ടി വരും. ഹൈദരാബാദ് FCക്ക് അനുകൂലമായിട്ട് റഫറി പെനാൽറ്റി വിധിക്കുന്നു. അത് പെനാൽറ്റിയാണോ അല്ലയോ എന്നൊരു തർക്കം ഒരു ഭാഗത്തും ഉണ്ടാവാം. എന്തായാലും പെനാൽറ്റി എടുത്ത ആൻഡ്രി ആൽബയുടെ ഷോട്ട് മനോഹരമായിട്ട് നോറ ഫെർണാണ്ടസ് തടഞ്ഞിട്ടു. പക്ഷെ അതിലൊരു കാര്യം കൂടിയുണ്ട്. ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ ലൈനിൽ നിന്ന് മുന്നോട്ട് ചാടി കഴിഞ്ഞിരുന്നു. ശരിക്ക് ആ ഷോട്ട് എടുക്കുന്ന ഘട്ടത്തിൽ ഒരു കാലെങ്കിലും ആ ലൈനിൽ ഉണ്ടാവണം. ഇങ്ങനെ സംഭവിച്ചാൽ റീടേക്ക് എടുക്കേണ്ടതാണ്. റഫറി അത് കണ്ടില്ല, അല്ലെങ്കിൽ ലൈൻസ്മാൻ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവിടെ രക്ഷപ്പെട്ടു പോയി. ഏതായാലും ആ ഒരു സേവാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് അവസരങ്ങൾ വേറെയൊക്കെ ഉണ്ടായിരുന്നു. കോറു സിംഗ് എത്ര സുന്ദരമായിട്ടാണ് അഡ്രിയാൻ ലൂണക്ക് ബോൾ എത്തിച്ചു കൊടുത്തത്. ഒരു ടാപ്പിൻ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസരം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ചില അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ 1-1 സമനിലയിലാണ് കളി അവസാനിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കോമെ പെപ്രയും അഡ്രിയാൻ ലൂണയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ ഡ്യൂസൻ ലഗാത്തോറിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്നു. പക്ഷേ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ സൗരവിൻ്റെ കിടിലൻ ഒരു ഗോൾ, ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് വരുന്നു. 1-1 സമനില. രണ്ടാം പകുതിയിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പെനാൽറ്റി സേവും അഡ്രിയാൻ ലൂണക്ക് കിട്ടിയ അവസരവും ഒക്കെ സംഭവിച്ചു. പിന്നീട് പന്ത് വലയിലേക്ക് എത്താതിരുന്നതോടെ 1-1 സമനിലയിൽ കളി അവസാനിച്ചു. ഇപ്പോൾ 24 കളികളും ബ്ലാസ്റ്റേഴ്സ് കളിച്ചു കഴിഞ്ഞു. സീസണിലെ എല്ലാ കളികളും കളിച്ച ബ്ലാസ്റ്റേഴ്സിന് 8ാം സ്ഥാനമാണ്. 8 വിജയം, 5 സമനിലകൾ, 11 തോൽവികൾ, 29 പോയിൻറ്റോടെ ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ഹൈദരാബാദ് 24 കളികളിൽ നിന്ന് 18 പോയിൻറ്റോടെ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.